ഹായ്, എൻ്റെ പേര് സുജ. ഞാൻ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2013 ലൈസൻസ് എടുത്തതാണ്. എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ഞാൻ പിന്നെ വേറൊരു ഡ്രൈവിംഗ് സ്കൂളിലും ഒക്കെ പോയി കുറേ ട്രൈ ചെയ്ത് നോക്കി എനിക്കൊന്ന് വണ്ടി എടുക്കാനായിട്ട്. പക്ഷേ എന്തോ എനിക്ക് വണ്ടി എടുക്കാനായിട്ടൊരു ധൈര്യക്കുറവ്, ഒരു മറവി, പേടി, അങ്ങനെയൊക്കെ എനിക്ക് വണ്ടി എടുക്കാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു റീൽസ് കാണുന്നത് ഇവരുടെ. അപ്പോൾ ആ റീൽസ് കണ്ടിട്ട് ഞാൻ അതേപ്പറ്റി കൂടുതൽ നോക്കി. ഞാൻ ആ സാറിനെ വിളിച്ചു, കോൺടാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം വരൂ, ആലപ്പുഴയിലാണ് ഇവരുടെ ക്ലാസ്, ആലപ്പുഴയ്ക്ക് വരൂ, 1 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ അനുസരിച്ച് അവർ തന്ന ഡേറ്റിൽ ആലപ്പുഴയിൽ വന്നു. അപ്പം ഞാൻ കയറിയപ്പോഴേ പറഞ്ഞു എനിക്ക് പേടിയാണ്, എനിക്കൊന്ന് വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരുന്നു. തീർച്ചയായിട്ടും ഇവിടുന്ന് പോകുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായിട്ട് ഓടിക്കാനുള്ള ഒരു ഇതിൽ എത്തിക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് തന്നിരുന്നു. ഒരു 15 മിനിറ്റ് ഞാൻ സാറിൻ്റെ കൂടെ തന്നെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. തന്നെയല്ല, സാർ എന്നെ കൊണ്ട് തന്നെ വണ്ടി ഓടിപ്പിച്ചു. ഒരു റെയിൽവേ ബ്രിഡ്ജ് ഞാനത് കവർ ചെയ്ത് വന്നു. എനിക്ക് ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരുപാട് സന്തോഷം തോന്നി. കാരണം എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, സാറിനോട് നന്ദിയുണ്ട്. പിന്നെ എന്നെപ്പോലെ തന്നെ ലൈസൻസ് ഒക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് എടുത്തിട്ട് ഒന്നും അതൊരു പ്രയോജനം ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ലേഡീസിന് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മുതൽക്കൂട്ടാവും. അത് ഞാൻ ഉറപ്പ് പറയുവാണ്. നിങ്ങൾ വലിയൊരു ഡ്രൈവറായിട്ട് വലിയതൊന്നും ആകുമെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ ഒരു കിലോമീറ്ററെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓടിക്കാൻ പറ്റും എന്നുള്ളതൊരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായിട്ടും ഗ്യാരണ്ടി ചെയ്യുകയാണ്. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ച് എച്ചെടുത്തു, ലൈസൻസ് കിട്ടി. പിന്നെ എനിക്കിതൊന്ന് കൈ തെളിയാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ കീഴിൽ ഞാൻ പോയി പഠിച്ചു. പക്ഷെ അവിടെയൊക്കെ അവർ നമ്മളെ ബ്രേക്ക് ഔട്ട്, ആക്സിലേറ്റർ കൊടുക്കുക, കൈ എടുക്കുക, കാലെടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മളുടെ മാഷ് അങ്ങനെയല്ല. ഞാൻ ഈ ഗിയറൊക്കെ പൊളിച്ചടുക്കി കയ്യിലെടുത്തിട്ട് കൂടി പുള്ളി മോളെ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇത് നല്ല സോഫ്റ്റ് ആയിട്ട്. നമുക്ക് അങ്ങനെ ഒരു ഗുരുവിനെയാണ് നമുക്ക് ആവശ്യം. നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻകറേജ് ചെയ്തിട്ട് നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഗുരുവിനെയാണ് ആവശ്യം. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എനിക്കത് കണ്ണ് നിറയുമോ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുക, എൻ്റെ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും സന്തോഷത്തിലാണ് ഞാൻ. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഇപ്പോൾ ഞാൻ എന്താ പറയുന്നത് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കതിന് ഈ ഡ്രൈവിംഗ് ക്ലാസ് ചെയ്തിരുന്ന സാറിനോട് എനിക്ക് ഭയങ്കരമായിട്ട് നന്ദിയുണ്ട്. അപ്പം റെയ്ഹാനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു, എനിക്ക് എന്നെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചതിന്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി റെയ്ഹാനിലോട്ട് വരാം. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകാൻ പോകണം കേട്ടോ, ഒറ്റയ്ക്ക്. എന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ടോ ആശാനില്ല. ഞാൻ ഒറ്റയ്ക്ക് കോൺഫിഡൻസ് ആയിട്ട്, എന്റെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് നോക്കണം കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ പോവാണ്. ഞാനത് നിങ്ങൾക്കൊരു ക്ലാസ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. എനിക്ക് അത്രയൊന്നും അറിയില്ല, എന്നാലും എനിക്കറിയാവുന്ന ഇതില്. സീറ്റ് ബെൽറ്റ് ഇട്ടു, വണ്ടി ന്യൂട്രലാണ്. ഇനിയിപ്പോ ഫസ്റ്റ് ഇട്ട് ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഇട്ടു. ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോ എന്തുവാ ചെയ്യണ്ടേ? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പറഞ്ഞു. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. റോഡിൽ നിന്ന് വണ്ടി സൈഡിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് മിററിൽ നോക്കിയിട്ട് ഇതൊക്കെ റോഡിലോട്ട് വണ്ടി മൂവ് ചെയ്യുവാണേ. ക്ലച്ചിന്ന് കാല് കുറേശ്ശായിട്ട് റിലീസ് ചെയ്യണം. എത്രയും ഒരു ഹാഫ് ക്ലച്ചോളം റിലീസ് ആയിട്ട് ഇതൊക്കെ വണ്ടി 2 സൈഡിൽ നിന്ന് വണ്ടി നോക്കി വണ്ടി റോഡിലോട്ട് എടുക്കുകയാണ്. ഇപ്പൊ ഫസ്റ്റിലാണ് നമ്മൾ വണ്ടി പോകുന്നത്. വണ്ടിയുടെ സ്പീഡ് ഒരു ശകലം ഒന്നായി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഗിയറിലോട്ട് ചേഞ്ച് ചെയ്യണം. അതായത് നമ്മളിപ്പോ ഫസ്റ്റിലാണ് പൊക്കോണ്ടിരിക്കുക, നമ്മളത് ക്ലച്ച് ഫുള്ളി ഔട്ടി സെക്കൻഡിലോട്ട് പോയി. അതിനുശേഷം വീണ്ടും നമ്മൾ വണ്ടി മൂവ് ചെയ്യണം. ഇനി സ്പീഡ് കൊടുത്തു. അതിനുശേഷം ഇനി അടുത്ത നെക്സ്റ്റ് ഗിയറായ 3rd ഗിയറിലോട്ട് പോവാണ്. ക്ലച്ച് ഫുൾ അമർത്തി ഗിയർ 3ഡിലോട്ട് മാറി. വീണ്ടും ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തു. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആക്സിൽ കൊടുത്തു. വീണ്ടും വണ്ടി മൂവ് ചെയ്യണം. ഇനി അതിനുശേഷം 4th ഗിയർ ആണ്. അത് ക്ലച്ച് ഫുൾ അമർത്തി താഴേക്ക് ഡൗൺ ചെയ്തു. ഓക്കെ, അപ്പം 4th ഗിയറിലോട്ട് വീണു. വീണ്ടും വണ്ടി മൂവ് ചെയ്തു. ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ആലോചിക്കണം. എന്റെ കൂടെ ഒരു ഡ്രൈവർ കൂടി ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും കോൺഫിഡൻസോട് കൂടി വണ്ടി സ്വന്തമായിട്ടൊരു ക്ലാസ് കൊടുത്തെടുത്തോണ്ട് പോവാ. എന്റെ എക്സ്പീരിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഭയങ്കരമല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും റെയ്ഹാനിലോട്ട് വരാം. ഇതേപോലെ തന്നെ വണ്ടി സ്വന്തമായിട്ട് എടുത്തോണ്ട് പോവാം.
വണ്ടി നിർത്താനായിട്ട് ആദ്യം ക്ലച്ച് ഫുൾ അമർത്തി വണ്ടി സൈഡാക്കി ബ്രേക്ക് ചവിട്ടി വണ്ടി പൊസിഷൻ നോക്കി നിർത്തിയിടുക. നമ്മൾ വണ്ടി നിർത്താനായിട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ വരേണ്ടത് വണ്ടിയുടെ വേഗത കൂടുതലാണ്, ബ്രേക്കിലാണ് കാല് വരേണ്ട. അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ക്ലച്ച് അല്ല ആദ്യം ചെയ്യാൻ. ഇപ്പൊ പറഞ്ഞപ്പോ ക്ലച്ചാ പറഞ്ഞത്, പക്ഷെ ചെയ്തത് ബ്രേക്ക് തന്നെയാണ് ചെയ്തത്. നമ്മളപ്പം ചെയ്യുമ്പോൾ ആദ്യം ബ്രേക്കിൽ കാല് വന്ന് വണ്ടിയുടെ വേഗത കുറച്ചതിന് ശേഷം ക്ലച്ച് ചവിട്ടാളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി വണ്ടി ന്യൂട്രലാക്കി ഇടുക. എന്നിട്ട് അതിനുശേഷം ക്ലച്ച് ഫുൾ അമർത്തുക, ഫസ്റ്റിലോട്ട് ഇടുക. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാല് കുറേശ്ശെ ക്ലച്ചിൽ നിന്ന് കുറേശ്ശെ കാലെടുക്കുന്നതിന് നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിനെല്ലാം മുന്നറിയിപ്പ് നോക്കണം. നോക്കുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് എന്താ ചെയ്യണം? മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? ഇൻഡിക്കേറ്റർ ഇടണം. റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം. അല്ലെ പിള്ളേര് പൊക്കി എടുത്തിട്ട് ഇടിക്കും. കാണുന്ന പിള്ളേര്, ഈ അറിയുന്ന ഡ്രൈവർമാരുണ്ടല്ലോ, അവരിതൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കും. ഒരു തെറ്റി പൊക്കി എടുത്തിട്ട് ഇടിക്കും. അവിടെ ചങ്ങനാശ്ശേരി വന്ന് ഇടിക്കും. അപ്പൊ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മള് ഫസ്റ്റിൽ ഇട്ടിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആക്സിലേറ്ററിൽ നിന്ന് കാല് കുറേശ്ശെ റിലീസ് ചെയ്യാണ്. ആക്സിലേറ്റർ ആണ് സോറി, ക്ലച്ചിൽ നിന്ന് കാല് കുറേശ്ശെ റിലീസ് ചെയ്യാണ്. അറിവില്ലായ്മ ഒരു കുറ്റമല്ല, ശിശുവാണ് ഇവിടെ. അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം. എന്റെ ആക്സിലും ക്ലച്ചും ഒക്കെ മാറി പോകുന്നുണ്ട് ഇടയ്ക്ക് പറയുമ്പോ. ചെയ്യുമ്പോ അതെല്ലാം കറക്റ്റ് ആട്ടോ. ടെൻഷനാണോ? ചെറിയൊരു ടെൻഷൻ ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് വരുമല്ലേ, ഞാൻ പതുക്കെ വണ്ടി സൈഡിലെ മിററിൽ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വണ്ടി മൂവ് ചെയ്യിക്കുകയാണ്. ഇനി വണ്ടി ശകലം സ്പീഡ് കൂടി അതിനുശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ശകലം വണ്ടിക്ക് സ്പീഡ് മൂവ് ചെയ്തതിന് ശേഷം സ്പീഡ് ശകലമാക്കി നമ്മള് ക്ലച്ച് ഫുൾ അമർത്തി സെക്കൻഡിലോട്ട് പോണം. ഇപ്പൊ സെക്കൻഡിലാണ് നമ്മൾ വണ്ടി പൊക്കോണ്ടിരിക്കുന്നത്. അതിനുശേഷം വണ്ടി വീണ്ടും മൂവ് ചെയ്യിക്കുകയാണ്. ഇനി ഒരു ശകലം നമ്മളുടെ വണ്ടിയുടെ സ്പീഡിന്റെ ആ ഒരു ഗതി അനുസരിച്ച് നമ്മൾ വീണ്ടും ഗിയർ മാറി കൊടുക്കണം. ക്ലച്ച് ഫുൾ അമർത്തി തേർഡ് ഗിയറിലോട്ട് പോവാണ് വണ്ടി. വീണ്ടും അതിനുശേഷം ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. സ്പീഡ് കൂട്ടുകയാണ്. കുറച്ച് ശകലം കൂടെ കുറച്ചുകൂടെ ദൂരം നമ്മൾ പോയി കഴിയുമ്പോൾ നെക്സ്റ്റ് ഗിയർ ഫോർത്ത് ഗിയറിലോട്ട് പോകണം. ഫസ്റ്റ് ഇട്ടു, സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു. നമ്മൾ ഇനി അടുത്ത ഫോർത്ത് ഗിയറിലോട്ടാണ് പോകുന്നത്. ക്ലച്ച് ഫുൾ അമർത്തി ഫോർത്ത് ഗിയറിലോട്ട് ഞാൻ മാറിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഇത്രയും ഗിയറൊക്കെ ഇട്ട് പോകാനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് പറ്റുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര ലക്കി ആയിട്ടുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് റെയ്ഹാനോട് ഒരുപാട് നന്ദി പറയണം. കാരണം ഞാൻ വിചാരിച്ചിരുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഗിയറൊക്കെ ചെയ്ത് വണ്ടി സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് വീട്ടിലൊരു വണ്ടി ഒട്ടായതുകൊണ്ട് പോലും എനിക്കൊന്ന് എടുക്കാൻ പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ഇങ്ങനെ എന്നെ ആക്കി എടുത്തതിന് എനിക്ക് റെയ്ഹാനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വണ്ടി ഒന്ന് ഒതുക്കാൻ പോവാണ്. അപ്പൊ എന്നാ ചെയ്യണം? സൈഡ് നോക്കി ക്ലച്ചിൽ അമർത്തി ആദ്യം ബ്രേക്കിൽ കാല് വന്നു, അതിനുശേഷം ക്ലച്ച് അമർത്തി വണ്ടി സൈഡാക്കി ഒതുക്കി നിർത്തണം. ഇനി ഏത് ഗിയറിലോട്ട് പറഞ്ഞു? ഇനി ന്യൂട്രലിലോട്ട് ആക്കണം. ഇനി ഒരു കാര്യം ചോദിച്ചിട്ട്, നേരത്തെ ഗിയർ ഇടുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം ഗിയർ ഇടുന്നത് വലിച്ചു കുറച്ച് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തേർഡേ പോവും, തേർഡ് ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡിൽ പോവും. എങ്ങനെയൊക്കെയുള്ള പോക്കായിരുന്നു എന്റെ ഗിയറിങ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വീഴുന്നുണ്ട്. അത് വരുമ്പോ ശരിക്കും ശക്തിയോടെ പിടിച്ചാണ് ഗിയർ ഇട്ടോണ്ടിരുന്നത്. ശരിക്കും എന്റെ ആരോഗ്യം മുഴുവൻ ഗിയർ ബോക്സിൽ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഞാൻ സാധാരണ വിചാരിച്ചിട്ടുണ്ടാവും ഗിയർ ബോക്സും വലിച്ചു പറിച്ചോണ്ട് ഇവിടെ പോവുള്ളൂ. ഇനിയിപ്പോ നമ്മളൊരു ടേൺ തിരിയാനായിട്ട് പോവാ, പേടിയുണ്ടോ ഒറ്റക്ക് തിരിയാനായിട്ട്? ഇല്ല, ഉറപ്പാണ്. ഫസ്റ്റ് ഗിയറിൽ തന്നെ പതുക്കെ താങ്ങി ക്ലച്ച് താങ്ങി പതുക്കെ ആ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാ നോക്കട്ടെ. ഗിയർ എല്ലാം ഇട്ടാ ക്ലച്ച് ചവിട്ടി? ഇല്ല, ഇപ്പൊ ന്യൂട്രൽ വണ്ടി കിടക്കുന്നത്. ഇനി ഗിയർ ക്ലച്ച് താങ്ങി ഗിയർ ഫസ്റ്റ് ഗിയറിലോട്ട് പോയി റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു. അതിനുശേഷം വണ്ടി പതുക്കെ കാല് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തു, തിരിക്കാൻ പറഞ്ഞ രീതി. അതിനുശേഷം പതുക്കെ വണ്ടി മൂവ് ചെയ്യുക. കുറച്ചങ്ങോട്ട് ശകലം നീങ്ങി കഴിയുമ്പോ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അതിന് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു. പതുക്കെ ക്ലച്ചിലും ബ്രേക്കിലും കാല് വന്നുകൊണ്ട് ഫുൾ ഓടിക്കണം ലെഫ്റ്റിലോട്ട്. നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ഓടിക്കുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. അതിനുശേഷം ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുക. ഇതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു എന്താ മിണ്ടാത്ത? പേടിച്ച? ഇല്ല, ഇനി ഇവിടെ ഒതുക്കട്ടെ വണ്ടി. ഇവിടെ നമുക്ക് കേറാലോ. പേടിയുണ്ടോ? പേടിയില്ല. കേറുവാ ലെഫ്റ്റിലോട്ട് പതുക്കെ കയറി ക്ലച്ച് താങ്ങി പതുക്കെ കയറി പതുക്കെ പതുക്കെ നോക്കി രണ്ട് സൈഡ് നോക്കി കയറുക. ഇത് ഞാനിപ്പോ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി തിരക്കുള്ള റോഡാണ്, അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. നോക്കി കയറുമ്പോളെ നീ ടെൻഷനൊന്നും വേണ്ട. വണ്ടി പുറകോട്ട് പോകാതെ മുന്നോട്ട് എടുക്കണം. അറിയാലോ, ഹാഫ് ക്ലച്ച് എല്ലാം പഠിപ്പിച്ചു തന്നേ ഉള്ളതല്ലേ. ആക്സിലേറ്റർ തൊടുകയേ ചെയ്യരുത്. വണ്ടി നേരെ വന്നിട്ട് ബ്രേക്കിൽ ഇപ്പൊ കാല് വെച്ചോണം, നേരെ ആക്കി. ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോക്ക് വേണ്ടിട്ട് പറയുകയല്ല, ശരിക്കും എന്താ പറയുന്നത്, എനിക്ക് എടുക്കാൻ പറ്റുന്ന വിചാരിച്ചല്ലേ. എന്നോട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞത് എനിക്ക് ഹാഫ് ക്ലച്ച് ആണ് ഭയങ്കര പ്രശ്നം.
എന്നുവെച്ചാൽ എന്റെ വീടിന്റെ സ്ഥലം എല്ലാം ഭയങ്കരമായിട്ട് ഉള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഹാഫ് ക്ലച്ച് അത്യാവശ്യമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്ത ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യാണ്. ഇപ്പൊ ഫസ്റ്റിലാണ് നടക്കുന്നത്, സെക്കൻഡിലോട്ട് പോയി വണ്ടിയുടെ മൂവ് അനുസരിച്ച് ഗിയർ മാറ്റി കൊടുക്കണം. അപ്പൊ വീണ്ടും സെക്കൻഡിലോട്ട് പോയി ഞാൻ ശാലോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ക്ലച്ച് അമർത്തുകയാണ്. ഗിയർ തേർഡിലോട്ട് പോയി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ ഗിയർ ഇട്ടോണ്ടിരുന്ന അല്ല. പതുക്കെ 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 ആയിരുന്നാ? അല്ല ഹാപ്പിയാണോ? ഹാപ്പിയാ, ഉറപ്പായിട്ടും. ഐ എം വെരി ഹാപ്പി, സോ ഹാപ്പി. അതിനുശേഷം വീണ്ടും ക്ലച്ച് അമർത്തി ഫോർത്തിലോട്ട് പോയി. ശരിക്കും നമ്മള് വീഡിയോ കണ്ടിട്ട് വന്നപ്പോ ഓർത്ത് എങ്ങനെ ഇത്രയും കിട്ടുമെന്ന്. വീഡിയോ കാണുമ്പോ വിചാരിക്കുന്നുണ്ടാ സാറിന്റെ വണ്ടിയല്ലേ, അപ്പൊ അതില് സാറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ. നമുക്ക് ഇതൊരു ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരു എന്താ പറയാ ബിസിനസ് മൈൻഡ് അല്ലെങ്കിൽ അങ്ങനെയല്ല ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ. പക്ഷെ എന്നാലും എനിക്ക് ക്ലാസ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കുന്ന വേറൊരു ലെവലായിരുന്നു. പക്ഷെ അതെല്ലാം മാറിയിട്ട് ഇപ്പം സ്റ്റിയറിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് നല്ല ആ പൊസിഷനിൽ പിടിക്കാൻ പറ്റി. ഇതേ കണ്ടില്ല, ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അത് തന്നെ ഒരു വലിയ കോൺഫിഡൻസ് അല്ലേ. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് റിഹാനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കിട്ടി. ഞാൻ പറയാം രാവിലെ ഇന്ന് മഴയായിരുന്നു, ഞാൻ വരണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ പോകുന്നു. എനിക്ക് ഇതിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് പഠിക്കണം എന്നുള്ള ഒരു ഇതിന്റെ പുറത്ത്. പക്ഷെ വന്നതൊട്ടും വേസ്റ്റ് ആയിട്ടില്ല. എന്താ പറയാ, ഇനിയിപ്പോ സ്വന്തം വണ്ടിയിൽ എടുക്കത്തില്ല. സ്വന്തം വണ്ടി എടുക്കാം. ആര് വരും സ്വന്തം വണ്ടി എടുക്കാനായിട്ട്? ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം എനിക്ക് വരണം, ഒരു ലോങ് ജേർണി പോകാനായിട്ട്. എവിടെയാ നമ്മൾ പോകുന്നത്? എവിടെയാ നമ്മൾ പോകുന്നത്? നീലഗിരിയിലോട്ട് പോവാണ്. അപ്പൊ സാറിനോട് പറഞ്ഞിട്ടുണ്ട് വരണമെന്ന്. അപ്പൊ ഞങ്ങള് നീലഗിരിക്കാണ് ഇനി അടുത്ത നെക്സ്റ്റ് പോവാ. നമ്മൾ അടുത്ത ആഴ്ച തന്നെ പോകും അല്ല? അതെ പോകും തീർച്ചയായിട്ടും. അന്നേരം നിങ്ങൾക്ക് ബാക്കി റീൽസും വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും, ഞങ്ങൾ പോകുന്നതിനെ പറ്റിയൊക്കെ. ഇതിന്റെ ബാക്കി എന്താ പറയുന്നത്, ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആണ്, ബ്രേക്കില് കാല് വരണം, എന്നിട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? സെക്കൻഡ്. പതുക്കെ 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 വേഗത വേഗരുത്, ആക്സിലേറ്റ് ഒന്നും കൊടുക്കരുത്, നേരെയാക്ക്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു, വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച നിന്നിട്ട് ഫസ്റ്റ് ഗിയറിലോട്ട് ഒരാള്, നിനക്ക് അവിടെ ചെറിയൊരു ടെൻഷൻ ആയി, അതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്. അടുത്ത ഗിയർ ഇട്ടോട്. അടുത്ത ഗിയർ ഏതാ ഇടണ്ട? സെക്കൻഡ്. ലെഫ്റ്റ്. ഈ ഗിയറിൽ തന്നെ പതുക്കെ വളയ്ക്കോ. ആദ്യം ബ്രേക്കിൽ കാല് പോയി, വണ്ടിയുടെ സ്പീഡ് ഒന്ന് നമ്മുടെ കൺട്രോളിലാക്കി. അതിനുശേഷം ക്ലച്ചിലും കാലമർത്തി നമ്മളുടെ ആവശ്യത്തിനുള്ള അനുസരിച്ച് വളവ് ചെയ്തു. അതിനുശേഷം സ്റ്റിയറിംഗ് നേരെയാക്കി സൈഡിലോട്ട് ഒതുക്കി. ബ്രേക്കില് സ്പീഡിൽ നമ്മുടെ കൺട്രോൾ ചെയ്തു. അതിനുശേഷം ക്ലച്ചിൽ കാലമർത്തി വണ്ടി പൊസിഷൻ നോക്കി ന്യൂട്രലാക്കി. എനിക്ക് പിന്നെ എന്താ പറയുക, ഇത്രയും എനിക്ക് ഓടിച്ച വർഷം കയറി ഭയങ്കര സന്തോഷം തോന്നി. എന്താന്ന് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമേ അല്ല. ഞാൻ 2 വീലറാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 4 വീലർ ഇത്രയും നല്ല ഒരു എക്സ്പീരിയൻസോടുകൂടി ഇന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ശരിക്കും പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അതിനെനിക്ക് റെയ്ഹാനോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു റെയ്ഹാൻ.